എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. എല്ലാവർക്കും അങ്ങനെ എരിപൊരി കയറ്റി കൊടുത്തിട്ട് അപർണ ഭയങ്കര സന്തോഷമാണ്. അപർണയ്ക്ക് ഇതിൽ പരൊരു സന്തോഷം വേറെ കിട്ടാനില്ല. എല്ലാവരുടെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു. ഇനി ഇത് തീയം കൂടെ ആളി കത്തിക്കണം. അങ്ങനെ ആ പറഞ്ഞ രണ്ടും കളിപ്പിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയത്ത് അമൽ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ മുറിയിലിരിക്കുക. അപർണയെ കണ്ടതും അമൽ പറഞ്ഞു, നിനക്ക് എന്തിന്റെ കേടായിരുന്നു അപർണ എന്ന് ചോദിക്കുക. എന്ത്, നീ എന്തിനാ അഭിയേട്ടനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. ഓഹോ, ഇപ്പൊ ഞാൻ പറഞ്ഞാ തെറ്റില്ലേ? ഇത്രയും കാലം നിങ്ങളുടെ അച്ഛനും എല്ലാരും കൂടെ ചേർന്ന് ആ സത്യം മറച്ചു വെച്ചതിന് കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അഭിയേട്ടൻ എന്റെ ഏട്ടൻ തന്നെയാ. ഒരച്ഛന്റെ മക്കളാ ഞങ്ങള്. ഒരിക്കലും എന്റെ ഏട്ടനല്ലാതെ ആവുന്നില്ല എന്ന് പറയാം. പിന്നെ അച്ഛന്റെ മക്കള് പോലും. എന്നിട്ടാണോ ആ അച്ഛൻ ഇങ്ങനത്തെ പരിപാടി കാണിച്ചേ? അച്ഛന് സ്നേഹം ആരോടാന്ന് മനസ്സിലായല്ലോ. ആദ്യത്തെ ഭാര്യ ഉണ്ടായ മകനോട് മാത്രമാണ് നിങ്ങളുടെ അച്ഛന് സ്നേഹം, അല്ലാതെ നിങ്ങളോട് ഈ പറയുന്ന സ്നേഹമില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അഭിയേട്ടന് മാത്രമായിട്ട് ആ പ്രോപ്പർട്ടി എങ്ങനെ എഴുതി വെക്കുവാനും ചോദിക്കുക. ഇന്നാണെങ്കിലും അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞെന്താ, അത് തിരിച്ചെഴുതി കൊടുക്കാൻ സമ്മതമല്ലെന്ന്, അത് റദ്ദാക്കത്തില്ലെന്ന്. അപ്പൊ അതിനർത്ഥം എന്താ? നിങ്ങളെല്ലാം വെറും പുറംപോക്കുകൾ മാത്രമാണ്. ദേ, വെറുതെ നീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ അപർണ എന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങളുടെ മുത്തശ്ശി പോലും ഇത്രയും കാലം നിങ്ങളുടെ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. എന്നിട്ടിപ്പം ഞാനിത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ഞാൻ കുറ്റക്കാരി. ഞാൻ ചെയ്തതിൽ എന്താ തെറ്റിരിക്കണമെന്ന് ചോദിക്കുക. അതെ, ഇവിടെ എന്താണെങ്കിലും രണ്ട് ഇതാന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ അച്ഛൻ ചെയ്യുമോ? അത് അമ്മ പോലും അറിഞ്ഞിട്ടില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ലെന്നറിയാം. അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അമ്മ എന്താ ചിന്തിക്കാത്തേന്ന് ചോദിക്കും. ഇതായിട്ട് അമ്മ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പം ഇല്ലാഞ്ഞിട്ടാണോ അമ്മ ഇപ്പൊ അച്ഛനോട് മിണ്ടോ പോലും ചെയ്യാത്തേന്ന് ചോദിക്കാം. അമ്മലിന് ഉത്തരം മുട്ടി. എന്ന് മറുപടി പറയാനാ അമ്മല് പറഞ്ഞു, ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ ഒരിക്കലും എന്റെ അഭിയേട്ടനെ തള്ളിക്കളയാണ്ട് പോകുന്നില്ല. അഭിയേട്ടനുള്ളതുകൊണ്ടാണ് ഈ അളകാവിൽ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതെപ്പോഴും അച്ഛൻ പറയുന്ന കാര്യമെന്ന് പറയാണ്. വെറുതെ അല്ല സിഒ പദവി അഭിയേട്ടന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശി എതിർത്തെ. ആദ്യമൊന്നും എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്ന് അപർണ പറയാം. എന്താണെങ്കിലും അത് അർഹ ആയ കൈകൾ തന്നെ എത്തിയിരിക്കുന്ന ആ പദവി അമ്മല് തന്നെയായിരുന്നു ആ കസേരയിൽ ഇരിക്കേണ്ടത്. അല്ലാതെ എങ്ങൊന്നോ കയറി വന്നേ അഭിറാം അല്ലെന്ന് പറയണ. ദേ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്റെ ഏട്ടൻ എങ്ങോട്ട് എന്നും കയറി വന്നല്ല. കാരണം ഏട്ടൻ കഴിഞ്ഞിട്ടോ ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ സ്ഥാനമുള്ളെന്ന് പറയാം. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം അമ്മയല്ലല്ലോ ഇവിടെ ഉള്ളതെന്ന് പറയാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അമൽ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം അപർണയ്ക്ക് മനസ്സിലായി താൻ കൊളുത്തിയ തീ അങ്ങനെ ആളി കത്തുവന്നുള്ള സത്യം. പിന്നീട് മുറിയിലാകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അബിനെ മാക്സിമം ആശ്വസിപ്പിക്കാനായിട്ട് ജാനകി ശ്രമിക്കുന്നുണ്ട്. അബിയോട് പറഞ്ഞു, അബിയേട്ട ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? എത്രയാന്ന് പറഞ്ഞാലും അബിയേട്ടൻ്റെ അച്ഛന് കൂടപ്പിറപ്പുകളല്ലേ ഇവിടെ ഉള്ളത്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പം ഞാൻ ആരും അല്ലാത്ത പോലെ ഇത്രയും നാളും എല്ലാവരുടെ ഏട്ടനാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നു. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്ത വേദനയെ ജാനകി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറിയാന്നിട്ട് പോലും ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കാരണം നമ്മൾ ഒരു പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ഒരു പക്ഷെ ഇതൊക്കെ അച്ഛൻ മനസ്സിൽ കണ്ടിട്ടാണോ അബിയേട്ടന്റെ പേരിൽ ആ റിസോർട്ട് എഴുതി വെച്ചെന്ന് അറിയത്തില്ല. അബിയേട്ടന്റെ എന്റെ കൂടെ പേരിൽ. അബിറാം പറഞ്ഞു, അത് എഴുതി വെക്കേണ്ടിയിരുന്നില്ല. അത് എഴുതി വെച്ചോണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് ആരും അറിയാനൊന്നും പോകുന്നില്ലായിരുന്നു. ഇത് അപർണയുടെ കുരുക്ക. അപർണ മനഃപൂർവ്വം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാ. ജാനകി പറഞ്ഞു, അവൾ എന്തോടെ കുരുക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും നമ്മളെ അതിനകത്ത് തളച്ചിടാനായിട്ട് അവൾക്ക് സാധിക്കില്ല എന്ന് പറയാണ്. പിന്നീട് അബിർ ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അബിറാം നേരെ സൂര്യനാരായണന്റെ മുറിയിലേക്ക് ഇല്ലുക. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥ ചിന്തിച്ചിരിക്കുക സൂര്യനാരായണന്റെ മുഖം കണ്ടപ്പോ തന്നെ അബിക്ക് വല്ലാത്ത സങ്കടം വന്നു. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് സൂര്യനാരായണന്റെ കൈ എടുത്ത് പിടിക്കണം. ഈ സമയം സൂര്യനാരായണൻ ചോദിച്ചു, നിനക്ക് സങ്കടമായ മോനെന്ന് ചോദിക്കണം. അത് പിന്നെ അച്ഛൻ ഞാൻ എന്താ പറയേണ്ട അച്ഛനോട്? ഇത്രയും കാലം നമ്മൾ മൂടി വെച്ച രഹസ്യമല്ലേ. ഒരിക്കലും ഇത് ആരും അറിയില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അച്ഛനറിയാം. ഒരു പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലൊരു കരട് കയറും. ഒരമ്മയുടെ മക്കളല്ലോ, ഒരച്ഛന്റെ മക്കളാണെങ്കിലും ആ ഒരു വേർതിരിവ് എന്നെ അവരെ അകറ്റി നിർത്തുമെന്ന് വരെ ഞാൻ പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ജാനകിയോട് പോലും ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. അത് അമ്മ പറഞ്ഞിട്ടാ പറയണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ പറയായിരുന്നേ. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിയായിരുന്നെങ്കിൽ അച്ഛൻ എന്തിനാ അച്ഛാ എന്റെ പേരിലേക്ക് ആ റിസോർട്ട് എഴുതി വെച്ചേ? അതുകൊണ്ടല്ലേ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കുടുംബത്തന്നെ തല്ലി പിരിയുന്ന സ്ഥിതിയിലേക്ക് പോയെന്ന് ചോദിക്കാം. അതെ, അതൊന്നും ഓർത്ത് അഭി നീ വിഷമിക്കണ്ട.
നിന്റെ കഷ്ടപ്പാടിന്റെ വേർപ്പിന്റെ ബലമാണ് ഇന്നീ കാണുന്നതല്ല. അപ്പൊ നിനക്കായിട്ട് ഞാൻ എന്തെങ്കിലും കരുതി വെക്കണ്ടേ? നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്ക് അറിയാലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാ. അതെ, നിനക്ക് എല്ലാവർക്കും ഉള്ള പോലെ നിനക്കും ഇവിടെ ഈ സ്വത്തിന് അവകാശമുണ്ട്. നീ എന്റെ മൂത്ത മകനാണ്. നീ കഴിഞ്ഞിട്ടോ എനിക്ക് ബാക്കി എല്ലാവരും ഉള്ളെന്ന് പറയണം. എന്നാലും അമ്മയോടെങ്കിലും അച്ഛനും ഈ കാര്യങ്ങൾ തുറന്നു പറയായിരുന്നു. ഈ റിസോർട്ട് എഴുതി വെക്കുന്ന കാര്യം അതല്ലേ അമ്മയ്ക്ക് അത്ര വിഷമമായത്. ഇത് കേട്ടതും പെട്ടെന്ന് സൂര്യന പറഞ്ഞു, അതെ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിയില്ല. അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്ഥിതി എന്താവെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയാന്ന് പറഞ്ഞാലും അവളൊരു അമ്മയല്ലേ. ബാക്കി മക്കൾക്ക് കൊടുക്കാതെ നിനക്ക് മാത്രം തന്നു കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും വേദനയോ വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് ആരോടും അഭിപ്രായം ചോദിക്കായിരുന്നെന്ന് പറയാം. പക്ഷെ അപർണ ഇങ്ങനെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് അഭി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. എല്ലാവരുടെ മുന്നിൽ ഞാനും ആരും അല്ലാത്ത പോലെ, ഇത്രയും കാലം വലിയേട്ടനാന്ന് പറഞ്ഞിരുന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ കുടുംബത്തിലെ ആരും അല്ലാത്ത പോലെ എനിക്ക് തോന്നുവാന്ന് പറയാണ്. മോനെ അഭി, നീ വിഷമിക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നീ ഈ കുടുംബത്തിൽ തന്നെയാ. അതുപോലെ തന്നെ ജാനകി, നിന്റെ മനസ്സിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും വെച്ചാ എനിക്ക് സ്വത്തൊന്നും വേണ്ട, ഈ കുടുംബത്തിലെ ഒന്നും വേണ്ട. ഞാനിവിടെ ഒരു അന്തേവാസിയായിട്ട് വേണേ കഴിഞ്ഞോളാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം ഇല്ലാതെ എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഈ കുടുംബത്തിലെ ബാക്കിയെല്ലാവരും ഞാൻ സ്വന്തം അനിയനും അനിയത്തിയൊക്കെയായിട്ടാ കാണുന്നതെന്ന് പറയണം. അതങ്ങനെ തന്നെ അല്ലേടാ അഭി. പക്ഷെ അവരെന്നെ അങ്ങനെ കാണുന്നില്ല. അമലിന്റെ കാര്യം കുഴപ്പമില്ല. പക്ഷെ അജയനെ അച്ഛൻ ശ്രദ്ധിച്ചില്ലേ? അജയുടെ മനസ്സിൽ എന്നോട് ഭയങ്കര പകയപ്പം. എന്താണെന്നറിയില്ല. ഒരു പക്ഷേങ്കിൽ എന്റെ പേർക്ക് അത് എഴുതി വെച്ച് അവന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം, അത് റദ്ദ് ചെയ്യണം ആ ബിൽപത്രം എന്ന് പറയാം. സൂര്യനാരായണൻ പറഞ്ഞു, ഇത് പറയാനാ നീ ഇങ്ങോട്ട് വന്നെങ്കിൽ പറയാൻ വരേണ്ടിയിരുന്നില്ല. ഒരിക്കലും ഞാനത് റദ്ദ് ചെയ്യാൻ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നിനക്ക് നാളെ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. സ്വത്തിന്റെയും മണത്തിന്റെയും കാര്യം വരുമ്പത്തേനും എല്ലാരും മാറും അബി. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലാന്ന് പറയണേ. ഇന്നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയ നീയാ. അപ്പൊ നിന്റെ കഷ്ടപ്പാടിന്റെ വേർപ്പിന്റെ ബലം കൂടെ ഇത്. അപ്പൊ അനുഭവിക്കാനുള്ള യോഗം നിനക്കും ഉണ്ടാവണം. ഇതിന്റെ പേരിൽ ഈ കുടുംബം രണ്ടായിട്ട് വേർപിരിയുവാണ് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. അബിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അബി വല്ലാത്ത അവസ്ഥയിലാണ്. ആ സമയം താഴെ എല്ലാരും കൂടെ കൂടുകയാണ്. അമൃതേ സുമകലയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമൃത പറഞ്ഞു, എന്നാലും അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യമാണോ? അല്ല അമ്മ എന്താ അമ്മ ഇത്രയും കാലമായിട്ട് ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിക്കുക. പ്രഭാവതി പറഞ്ഞു, അത് പിന്നെ മോളെ നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. അച്ഛൻ എല്ലാവരും അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല അച്ഛൻ എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്നോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അബീനെ പൊന്നുപോലെ നോക്കണം, അവനൊരു കുറവും വരുത്തല്ലേ. പിന്നീട് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനായിട്ടാണ് ഞാൻ അവനെ കണ്ടേ. ഇന്നോളം ഞാൻ അങ്ങനെ തന്നെ കണ്ടിരിക്കുന്നത്. അതിന് മാറ്റമില്ലെന്ന് പറയണേ. എന്നും പറഞ്ഞോണ്ട് അബിയേട്ടൻ അമ്മയുടെ മോനൊന്നുമല്ലോ, പിന്നെ എന്തിനാ അബിയേട്ടനെ അമ്മ ഇത്രമാത്രം സ്നേഹിക്കുന്നു ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ അങ്ങനെ സ്നേഹിച്ചോണ്ടാ അച്ഛൻ അമ്മേനെ ചതിച്ചതെന്ന് പറയാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം മോളത്തെ മുറിയിൽ അജയും നിരഞ്ജനം കൂടെ സംസാരിക്കണം. അജയ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ അബി ഉണ്ടല്ലോ അവൻ എൻ്റെ ആരും അല്ലാന്ന് പറയണം. നിരഞ്ജന പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഒരച്ഛന്റെ മക്കളല്ലേ നിങ്ങൾ, ഒരച്ഛന്റെ മക്കളാണ് പോലും. എന്നാലും അമ്മ രണ്ടല്ലേ, എനിക്ക് അയാളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അയാൾ എൻ്റെ ആരുമല്ല, എൻ്റെ ശത്രുവാന്ന് പറയാണ്. ഇത്രയും കാലം കള്ളത്തരം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരിക്കലും ഞാൻ അയാളെ കൊണ്ട് തന്നെ അതങ്ങോട്ട് തീറ്റിക്കില്ല. ഇതേ ഈ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുള്ളെന്ന് പറയണം. എന്തൊക്കെ അജയ് ഈ പറയണേ? ഒന്നുമല്ല, അഭിയാനല്ലേ ഇതൊക്കെ കൊടുത്തേ. ഇതിന്റെ പേര് കിടന്ന് വഴക്കടിക്കേണ്ട കാര്യമുണ്ടോ? ദേ നിരഞ്ജനെ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ. ഞാനും അഭിയേട്ടനും ഞങ്ങളെല്ലാം തമ്മിലുള്ള പ്രശ്നം. ഓഹോ, അപ്പൊ ഞാൻ വെറുതെ കാര്യമാണല്ലോ അല്ലേ? അങ്ങനെയല്ല നിരഞ്ജനെ ഞാൻ ഉദ്ദേശിച്ചേ. കാരണം അഭിയേട്ടന് അത് തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. ദേ അച്ഛന്റെ ആദ്യത്തെ മോനാന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ മതി. എനിക്ക് അയാളെ ഒരിക്കലും ഇനി എന്റെ സഹോദരനായിട്ട് കാണാൻ പറ്റില്ല. ഇതിന് രണ്ടിടം തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അജയ് താഴേക്കും കൂടെ ഇറങ്ങിപ്പോണ്. നിരഞ്ജനെ പുറകെ ചെല്ലുക. അപ്പൊ ഹാളിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് പോലെ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ നിൽക്കണം. അപ്പോഴേക്കും അപർണയും അമലും കൂടെ അങ്ങോട്ട് വന്നു. അപർണ പറഞ്ഞു, എന്താണ് അച്ഛൻ ചെയ്ത് മോശമായി പോയൊരു കാര്യമേ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് കാരണം ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അച്ഛന്. അച്ഛൻ ആ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ആദ്യം ഈ കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാണെന്ന് എല്ലാവരോടും. മുത്തശ്ശിയൊക്കെ എന്താ കള്ളത്തരം പോലെ അത് മറച്ചു വെച്ചോണ്ടിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുക. അപ്പോഴേക്കാണ് അജയൻ നിരഞ്ജനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അജയ് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിതങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അച്ഛൻ ആ വിൽപ്പത്രം റദ്ദ് ചെയ്യണമെന്ന് പറയാണ്. പ്രഭാവതി പറഞ്ഞു, അച്ഛൻ റദ്ദ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അമല് പറഞ്ഞു, എന്തിനാ അജയേട്ടാ റദ്ദ് ചെയ്യുന്നേ? അത് അഭിയേട്ടനെ കൊടുത്താണെങ്കിൽ പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? അഭിയേട്ടൻ നമ്മുടെ സഹോദരൻ അല്ലേന്ന് ചോദിക്കും. ഏട്ടൻ അല്ലേന്ന് ചോദിക്കും. ഏട്ടനാണ് പോലും. അയാളെ ഞാൻ എന്താണല്ലോ ഏട്ടനാന്ന് കണക്ക് കൂട്ടുന്നില്ല. ഒരു ഏട്ടൻ വന്നിരിക്കുന്നു. ഏട്ടനും അനിയനും കളിയൊക്കെ ഇനി അങ്ങ് നിർത്തിയാരെ. എനിക്ക് അയാളെ സഹോദരനായിട്ട് കണക്ക് കൂട്ടാനൊന്നും പറ്റില്ല. എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പറഞ്ഞാൽ ദേ നമ്മൾ 3 പേരേ ഉള്ളൂ. അയാളെ ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടല്ല എന്ന് പറയണം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അജയ് നോക്കിക്കഴിഞ്ഞാൽ ഭിത്തിയാൽ എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഫോട്ടോയാ. പെട്ടെന്ന് അജയ് അങ്ങ് ചെന്നിട്ട് അതും എടുത്തു. ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു വലിയേട്ടനൊക്കെ വന്നിരിക്കുന്നു. ഒറ്റ ഏറായിരുന്നു ആ തറയിലേക്ക്. അത് പൊട്ടി ചെയ്ത് 4 പീസായിട്ട് കിടക്കുക. അപർണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഈ ഒച്ചപ്പാടും ബേളവും കേട്ടോണ്ട് ജാനകി അഭിയും കൂടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം താഴെ കിടക്കുന്ന കാഴ്ചയെ കണ്ടത്. സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അഭിയും ജാനകിയും കൂടെ ഓടി വരുവാണ്. ജാനകി പതുക്കെ അതെടുത്തിട്ട് ഇങ്ങനെ അത്തേരം ഇങ്ങനെ തൊടുവാണ്. കാരണം സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം വരുന്നത്. ഒട്ടും പ്രതീക്ഷയില്ല അജയ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത്. പെട്ടെന്ന് അഭി ചോദിച്ചു, അജയ് നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്താ കാണിച്ചത് കണ്ടില്ലേ? അതെ, ഈ അളകാപുരി ഇനി 1 അല്ല 2 പറയാണ്. അപർണ ഇങ്ങനെ ഇതെല്ലാം കേട്ട് സന്തോഷിച്ചിരിക്കുക. താൻ ഉദ്ദേശിച്ച് എന്താണോ അത് നടന്നിരിക്കുന്നു. താൻ വിശ്വനാഥൻ തമ്പിയുടെ മോള. താനൊരു പ്രതിജ്ഞ എടുത്ത് എങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് ഈ കുടുംബത്തെ 2 അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പൊ അഭിയും ജാനകിയും വീടിന് പുറത്താണ്. ആ സന്തോഷത്തോടുകൂടി അപർണ ഇങ്ങനെ നിൽക്കുക. പക്ഷേങ്കില് ജാനകി ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് വന്നാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അത് മാത്രമല്ല അപർണയുടെ കുരുട്ടുബുദ്ധി ഒന്നും നടക്കാനും പോകുന്നില്ല. ഈ കുടുംബത്തെ 2 പിളർക്കാന്നൊരു മോഹം ഉണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ലെന്ന് ജാനകി ഇങ്ങനെ മനസ്സിൽ കുറിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.